വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറം ടൗണിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മീറ്റപ്പ് ഉണ്ട് കേട്ടോ. ജബ്ബാർ ഖാൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കൂട്ടി ഇവിടെ ഒത്തുകൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മണി ടു 5 മണി വരെയാണ് അവർ ഫങ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സുകൾ മാത്രമല്ല, ഫ്രണ്ട്സുകളെ ഫാമിലിക്കാർക്കും ഉണ്ട് കേട്ടോ ഫങ്ഷന്. ഹോട്ടലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ 2nd ഫ്ലോറിൽ വെച്ചിട്ടാണ് മീറ്റപ്പ് നടക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ പേര് റോയൽ സിറ്റി എന്നാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോയി നോക്കാം. ജബ്ബാർ ഖാൻ പഠിച്ചിരുന്നത് വളാഞ്ചേരിയിലുള്ള പ്രതിഭ കോളേജിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ PDCക്ക് പഠിച്ചിരുന്ന ഫ്രണ്ട്സുകളൊക്കെ കൂടിയാണ് ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ജബ്ബാർ ഖാൻ്റെ ഫ്രണ്ട് കരീമുണ്ട്. അവനാണ് മൈക്കയിൽ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാണ് പൊക്കി പറച്ചിൽ തുടങ്ങിയില്ലേ, വ്ളോഗറാണ്, ഇതാണ് പറഞ്ഞിട്ടുള്ള. ഹായ്, വെൽക്കം വെൽക്കം. ഇതാണ് നമ്മളെ പിന്നെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഓരോരുത്തർക്ക് പറയാനുള്ള അവസരമായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്.
നമ്മുടെ ഈ ഒത്തുകൂടലിന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒന്ന് ആഘോഷിക്കാൻ വന്ന എല്ലാവർക്കും സ്വാഗതം. പിന്നെ അതുപോലെ കൽപ്പാനൊക്കെ ഉണ്ട്, അവരൊക്കെ പോണതിന്റെ മുന്നേ പെട്ടെന്നാണ് നമ്മളെ കൂടിച്ചേർത്ത് തീരുമാനിച്ചത്. അതുകൊണ്ട് ഇനി കുറെ ആൾക്കാരെ ഉണ്ട് വരാന്. എല്ലാരും നമ്മൾ എത്തിയിട്ടില്ലല്ലോ. നമ്മളെ എസ്ത്രീയിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും എത്തിയാലും എല്ലാവരും സഹായം ചെയ്യണു. പിന്നെ മതി, എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് അമീറിനെ ക്ഷണിക്കണം. പിന്നെ ആരൊക്കെ നമ്പർ കയ്യിലിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ആകുണ്ടായിരുന്നത് 2-3 പേര്, ദാസ്, ജബ്ബാർ, അതുപോലെ ഈസുപേര്. അവരടുത്താണെങ്കിൽ അവരുടെ അടുത്ത് തന്നെ നമ്മളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗ്രൂപ്പ് സ്ഥാപിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് സ്ഥാപക ശ്രീ സാൻഡിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു 3 മാസം കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ഗ്രൂപ്പ് ഡെവലപ്പ് ആവുന്നുള്ളത് ആർക്കും അറിയില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇടയ്ക്ക് ഷാക്കി പോയിട്ട് വന്നിട്ടും പക്ഷേ പിന്നെ എന്തായാലും ഗ്രൂപ്പ് നിന്നു. അതിനെ നല്ല രീതിയിൽ ക്ഷീണമായിട്ട് മറ്റുള്ളവരായിട്ടൊക്കെ നല്ലത് കൊണ്ടുപോയി. അമീറിന്റെ മോട്ടിവേഷൻ നമ്മളെ ശ്രീ മാധവദാസിന്റെ നന്ദി പറയാണ്. പിന്നെ ഇനി നമ്മുടെ ഉദ്ഘാടന പ്രസംഗിക്കാൻ ശ്രീ സുബൈർ, മിസ്റ്റർ സുബൈർ, പ്ലീസ് കം. സുബൈറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എന്റെ സഹപാഠികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അതുപോലെ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുവാനും നമുക്കൊരുമിച്ച് ഒത്തുകൂടി നമ്മുടെ പഴയ കാലത്തെ അനുഭവങ്ങളും പുതിയ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുള്ള അതിന്റെ സംഘാടകരെന്ന് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു മീറ്റ് സംഘടിപ്പിക്കുന്നതിലൊന്നും വലിയ റോളൊന്നും ഞാൻ വഹിച്ചിട്ടില്ല. ഞാനൊരു തിരശ്ശീലക്ക് പിറകിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏറെ സന്തോഷമുണ്ട്. അതിലേറെ ഇതില് എന്നെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിക്കുകകൂടി ചെയ്തു. അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നമുക്ക് ഈ ഒരു ഗെറ്റ് ടുഗദർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഏകദേശം 2000-ന് മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് നമ്മളൊക്കെ പഠിച്ചത്. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം സിദ്ധിച്ച ആളുകളാണെന്നാണ് ഞാൻ പറയാറ്. 2 തലമുറകൾ, 20-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടും, 2 നൂറ്റാണ്ടിലും ജീവിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളൊക്കെ. പ്രീ ഡിഗ്രി 10ാം ക്ലാസ്സും കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലൊക്കെ നമ്മൾ കണ്ട ഒരു സമൂഹം ഏറെ ഇന്റർലി മാറിയിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യം. ഇപ്പൊ 21-ാം നൂറ്റാണ്ടിൽ തന്നെ ഓരോ ദിവസവും നമുക്കറിയാം 20 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരു ചേഞ്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഏകദേശം ഒരു 3-3:30-4 മണിയായ ടൈമിൽ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഫുഡൊക്കെ ഇവിടെ ഈ ഹോട്ടലിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്.
അപ്പോ പ്രിയപ്പെട്ട എന്റെ സഹപാഠികളെ, കൂട്ടുകാരെ, എല്ലാ ഓരോരുത്തരും പേരെടുത്ത് ഇപ്പോൾ ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ എല്ലാവരും ഗേൾസിനും ബോയ്സിനും ഇവിടെ കൂടി എല്ലാവരും ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ജസ്റ്റ് ഞാൻ ഈ സമയം നിങ്ങളോട് ചോദിച്ചു വാങ്ങിച്ചത്. എന്തായാലും ഇവിടെ കൂടിയ ഓരോ കൂട്ടുകാരോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കണം. എസ്പെഷ്യലി എല്ലാവർക്കും അറിയാം, ഇന്ന് ഭയങ്കര മഴയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഒരു പക്ഷേ ഇനിയൊന്നും പിന്നെ നമുക്കിത് സംഗമിക്കാൻ പറ്റുമോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷെ അവിടുന്നൊക്കെ ഞാൻ ഗ്രൂപ്പ് നോക്കുമ്പോൾ ആരും അങ്ങനെ ഒരു വരുന്നില്ല, അല്ലെങ്കിൽ വരാൻ കഴിയില്ല, അങ്ങനെയുള്ള ഒരു ന്യൂസ് എനിക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും എല്ലാവരും എത്താൻ ശ്രമിക്കുന്നുള്ള ആ ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടുകൊണ്ട് തന്നെ നമുക്കത് വിചാരിച്ചിട്ട് ഗംഭീരമായിട്ട് കാര്യങ്ങളവിടെ നടത്താൻ സാധിച്ചു. അപ്പൊ ഇതിന് നമുക്ക് ഗ്രൂപ്പിൽ ഉള്ള ഒരുപാട് ആളുകൾ, വരാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഇനി എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. 10-23 വർഷക്കാരായി നമ്മളെ ഓരോരുത്തരും പിരിഞ്ഞിട്ട് നമ്മളെ പ്രതിഭ വിട്ട് ആ ഒരു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഇന്നത്തേക്ക് 23 വർഷത്തോളായി. എന്തായാലും അതിനുശേഷം എല്ലാ ഓരോരുത്തരും ഇപ്പോഴാണ് ഒന്നിച്ച് കൂടുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സംഗമത്തിൽ നിന്ന്. നമ്മൾ വിചാരിച്ച ഗേൾസ് പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത്. ഇപ്പോ ജിഷ ഷാനിയോട് പറയുന്നത്, ഞങ്ങൾ എങ്ങാണ്ട് ഒരു 20 വർഷം മുന്നേ കണ്ടത് ഇവരാ 20 വർഷം മുന്നേ അവർ കണ്ടിരുന്നവരോ. ഇത് കേൾക്കുമ്പോൾ സത്യത്തില് നമ്മൾ അതിശയിക്കാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബോയ്സ്, ഞാന്, ദാസു, ജബ്ബാറ്, കെരീമിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് പ്രവാസിയായിരുന്നു. ഒരു പക്ഷെ നമ്മൾ ആ പടി ഇറങ്ങിയതിനു ശേഷം പെട്ടെന്ന് ഗൾഫ് പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചൊരു മാറിയിരുന്നവര് നേരത്തെ തന്നെ പ്രവാസിയായതുകൊണ്ട്. ഞാനും ദാസു, ജബ്ബാറ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇതുവരെ കൂടുതലുണ്ട്, കാണാറുണ്ട്. ഈ അടുത്ത വർഷങ്ങളായിട്ടാണ് കുറച്ച് ദീർഘസമയം നമുക്ക് ഇതിന് കാണാൻ പറ്റാണ്ടായത്. എന്തായാലും അതിനൊക്കെ നമുക്കൊരു ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇതിനോടൊക്കെ ദൈവത്തോട് നന്ദി പറയാം. ഈ 23 വർഷത്തിന് ശേഷം നമുക്ക് കാണാനും കൂടാനും ഒക്കെ സാധിച്ചത്. അതിന് ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാണ് എന്റെ എല്ലാ സഹപാഠികളോടും സുഹൃത്തുക്കളോടും. ഇന്ന് കൂടെ കൂടാനൊക്കെ കാരണമായ നമ്മുടെ ശാലിനി എല്ലാവരും ഒക്കെ ക്ലാപ്പ് കൊടുക്കാം, നന്നായിട്ട് തന്നെ ക്ലാപ്പ് കൊടുക്കാം. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ശാലിന് ഒരു മൊമെന്റ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നു, സമയം അനുവദിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഒരു കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫ്ലെക്സ് ചെയ്യണം. 99 ബാച്ച് പ്രതിഭ S3 എന്നുപോലെ വെച്ച് ചെയ്യണമെന്ന് ഞാൻ ദാസിനോട് ബോധിപ്പിച്ചിരുന്നു. പക്ഷെ ദാസ് എൻഗേജ് ആയി പോയി 2 ദിവസം നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ശാലിക്ക് ഒരു മൊമെന്റ് കൈമാറാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഇനി ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാരുടെയും ആ ഒരു സമയ സൗകര്യമൊക്കെ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യണം. ഇനി അതിലേക്ക് വരാനിരിക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ എത്തിപ്പെടാത്ത. അവരെയും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെയും കൂടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ ഗ്രൂപ്പിൽ ഇല്ലാണ്ട് ഇവിടെ എത്തിയിരുന്ന നമ്മുടെ പ്രിയദർശിനി വളരെ സന്തോഷം. നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞു പ്രിയാണ് ആദ്യം ഗെറ്റുഗതറിൽ എത്താറുള്ളത്. ഗ്രൂപ്പിൽ നമ്മളൊക്കെ അത്രയൊക്കെ ചർച്ച ചെയ്തിട്ട് പോലും നമ്മൾ ഓരോരുത്തരും വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആശങ്കയുണ്ട്. പക്ഷെ പ്രിയോട് എത്തുന്നുണ്ട്. ഗെറ്റുഗതറിൽ ആദ്യമായിട്ട് പ്രിയോട് എത്തിച്ചേരുന്നുള്ള ഒരു ന്യൂസ് നമുക്ക് അറിയാൻ സാധിച്ചു. അതിന് പ്രത്യേകം ക്ലാപ്പ് കൊടുക്കണം. ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളാണ്, പ്രത്യേകം ക്ലാപ്പ് കൊടുക്കണം. അപ്പോ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഒരിക്കൽ കൂടി ദൈവത്തിനോട് ഇതിനൊക്കെ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഓരോരുത്തരും നേരത്തെ പേരെടുത്ത് പറയാൻ ഇനിയിപ്പോ സമയമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ഓരോരുത്തർക്കും എന്റെ പ്രത്യേക ആശംസകൾ. നമ്മുടെ ഗ്രൂപ്പിനും അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ ഇത്രയും ഗംഭീരമായിട്ട് ഇത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതിന് ഞാൻ അതെ വെരി ഗുഡ് അതെ. അപ്പൊ മഴ മഴ കൊപ്പുറം കണ്ടു കഴിഞ്ഞാൽ മഴ മാറിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് ഇന്നിവിടെ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊപ്പുറത്ത് നിന്ന് ഞാനോ പറഞ്ഞിരുന്നോട് വരാൻ കഴിയില്ല അമ്പേരെന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഇനി അവിടെ നിന്ന് ഞാൻ വരുന്നത് ഈ കുറ്റിപ്പുറത്ത് എന്തായാലും വരണം, വന്നു പോയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴ മാറുന്നില്ല. ഓക്കെ. അപ്പൊ അത്രയാണ്. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് പറഞ്ഞിരുന്നു
കോർഡിനേറ്റേഴ്സ് വേണം. കോർഡിനേറ്റേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു സെറ്റപ്പ് ആവില്ല. ഇപ്പൊ തന്നെ ഓരോരുത്തർ ഓടിപ്പോയി എന്താ ചെയ്യേണ്ടത്, ഓരോ ധൃതിപ്പെടുന്ന ശാലയിൽ ഓടി വരുന്നത്, അങ്ങനെയൊക്കെ ആകെ പ്രശ്നമാണ്. നമ്മളിവിടെ സെറ്റ് ആയത് ക്ലിയർ ആയില്ല. എന്നാലും നമ്മൾ ഈ ഫസ്റ്റ് കൂടുതൽ പ്രകാരം ഏറെക്കുറെ ക്ലിയർ ആണ്, കുഴപ്പമില്ല. ഭംഗിയായിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. ഇത് പിള്ളേരുടെ പ്രോഗ്രാം അതുപോലെ തന്നെ ഒരുപാട് പരിപാടിയൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം നന്നായി ആക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉഷാറാവാതെ സെറ്റ് ആക്കാം. പിന്നെ ഗ്രൂപ്പ് എല്ലാവരോടും പറയാനുള്ളതാണ്, നമ്മളെല്ലാവരും എൻഗേജ് ആണ്. ഇന്നിവിടെ ഒരാൾക്കും ഒരു ടൈമില്ലല്ലോ, ഒരാൾ ഫ്രീ അല്ല. ഞാൻ മറ്റന്നാൾ പോവാം. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരോടും കൂടെ പറയാണ്, ഈ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ മറ്റന്നാൾ പോവാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാം മറ്റന്നാൾ ശനിയാഴ്ചത്തേക്ക് വെക്കാമെന്ന് ക്ലാസ്സിൽ ജപ്പാനൊക്കെ അഭിപ്രായപ്പെട്ടപ്പോ സാധിക്കുമെങ്കിൽ എല്ലാവരും ചോദിച്ചു നോക്കും. ഞാൻ മറ്റന്നാൾ പോകുന്നുണ്ട്, പറ്റുമെങ്കിൽ ഒരാഴ്ചത്തേക്ക് ആക്കുമെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എത്തിയതിൽ ഞാൻ എന്റെ ഫാമിലിയും അതിയായി നിങ്ങളോട് എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം സെറ്റാക്കിയ നമ്മുടെ പിന്നെ ദാസൻ ജപ്പാന കഴിഞ്ഞ ഈ ഹാളോട് സെറ്റാക്കാനും ഈ ഒരു സെറ്റപ്പ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാ ആളുകളോടും ഇതിൽ സഹകരിച്ച എല്ലാവരുമായിട്ട് ഒറ്റ ആഗ്രഹം നന്ദി അറിയാൻ വേണ്ടി നമ്മുടെ ഈ പരിപാടി നമ്മുടെ ഈ കൂട്ടായ്മക്കും എല്ലാവിധ ആശംസകളും ഒറ്റാകുന്നതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പഴയ ഓർമ്മകളൊക്കെ വീണ്ടും പുതുക്കിയെടുത്തു. ഇപ്പൊ നേരിൽ കാണാനും സാധിച്ചു. അതിന് നല്ലൊരു കൂട്ടായ്മ തന്നെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ബാക്കി താഴ്ത്തുക. എല്ലാവർക്കും നന്ദി. ചമ്മിക്കോ. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ എൻ്റെ ഒരു 10ാം ക്ലാസ്സിലത്തെ മീറ്റപ്പിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ 10ാം ക്ലാസ്സിലത്തെ മീറ്റപ്പിൻ്റെ വീഡിയോ ആണോ ഇഷ്ടപ്പെട്ടത്, അതോ ജബാർഖാൻ്റെ ഈ PDC പഠിച്ചിരുന്ന ഫ്രണ്ട്സുകളുടെ വീഡിയോ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അങ്ങനെ ഫോട്ടോ എടുക്കൽ വീഡിയോസ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണി കഴിഞ്ഞിട്ട് എല്ലാവരും ഹോട്ടലിൽ നിന്ന് ഒഴിഞ്ഞെടുത്തു. അങ്ങനെ ഇത് ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.